നമസ്കാരം. ഇന്ത്യയിൽ ഇന്ന് വിമർശിക്കപ്പെടുന്ന ഇന്ത്യൻ ഭരണാധികാരികളെ വിമർശിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഖാലിസ്ഥാൻ വിഘടനവാദികളും ബലൂചിസ്ഥാനികളും അതുപോലെ അഫ്ഗാനികളും ഇന്ത്യ സർക്കാരും എന്നോ. ഇവിടെ ഖാലിസ്ഥാൻ വിഘടനവാദികളെ, ഖാലിസ്ഥാൻ തീവ്രവാദികളെ ഭീകരവാദികളായി കണ്ട് ഇന്ത്യ എതിർത്ത് ഏതറ്റം വരെ പോകാൻ പറ്റൂ ആ അറ്റം വരെ പോയിക്കൊണ്ടിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കാനഡയിൽ കളിച്ച കളിയിൽ അവസാനം ട്രൂഡോയ്ക്ക് മാനം കെട്ട് പോകേണ്ടുന്ന ഇന്ത്യയിൽ. എന്നാൽ ഇപ്പൊ ചോദിക്കുന്നത് അതേ ആവശ്യമല്ലേ ബലൂചിസ്ഥാനികൾ പറയുന്നത്? ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കുറച്ച് ഭാഗം എടുത്തുകൊണ്ട് ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അവർക്കുണ്ടാക്കണം എന്നാണ് അവരുടെ വാദം. പാകിസ്ഥാന് ആ ഭാഗം വിഘടിപ്പിച്ചുകൊണ്ട് ബലൂചിസ്ഥാൻ ഉണ്ടാക്കണമെന്നാണ് അവരുടെ വാദം. അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടിനെയും രണ്ട് രീതിയിൽ ഇന്ത്യ കാണുന്നത് എന്തിനാണ്? പിന്നെ ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദികൾ എന്ന് വിശേഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ചിലരൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന താലിബാൻ, ഈ താലിബാനെ ഇന്ത്യ എന്തിനാണ് പിന്തുണയ്ക്കുന്നത്? ഇത്തരത്തിലുള്ള കുറെ ചോദ്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഇത്രയധികം ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. വളരെ വ്യക്തമായ മറുപടി നമുക്ക് തന്നെ ചിന്തിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. അതായത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി എപ്പോഴും സൗഹൃദം കാംക്ഷിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് അവിടെ ഉള്ളത്. ഈ അടുത്ത് അതിന് ഏറ്റവും വലിയ തെളിവാണ്, നമ്മൾ അഫ്ഗാനിസ്ഥാൻ പോകാൻ പറ്റില്ല, അഫ്ഗാനിസ്ഥാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഇറങ്ങുമ്പോൾ ആ പാകിസ്ഥാനിൽ അതിന്റെ ഒരു അലർട്ടൊക്കെ ഉണ്ടാകും. നമുക്കറിയാലോ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ യൂട്യൂബേഴ്സ് പലരും അഫ്ഗാനിസ്ഥാൻ പോയത് കൊണ്ട് തന്നെ ലോകത്തിന്റെ മറ്റു പല രാജ്യങ്ങളിലും ഇന്ത്യയിലും ഒക്കെ തിരികെ വരുന്ന സമയത്ത് പല ചോദ്യം ചെയ്യലിനും വിധേയരാക്കിയിട്ടുണ്ട് അവരെ. പക്ഷെ അവരെല്ലാം അഫ്ഗാനിസ്ഥാൻ സഞ്ചരിച്ച സമയത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മറ്റുള്ളവർ, പട്ടാളക്കാർ ആരായാലും ഇന്ത്യ എന്ന് കാണുമ്പോൾ, ഇന്ത്യൻ പാസ്പോർട്ട് കാണുമ്പോൾ ഒരു റെസ്പെക്റ്റോട് കൂടി മറ്റ് യാതൊരു പരിശോധനയുമില്ലാതെ വേഗം തള്ളിവിടുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. അതെല്ലാവരും സർട്ടിഫൈ ചെയ്തതാണ്. അത് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള നിരവധി യൂട്യൂബേഴ്സ് നമുക്ക് മലയാളത്തിൽ തന്നെ ആ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ധാരാളം യൂട്യൂബേഴ്സ് പോയിട്ടുണ്ട്. അവരാണ് ആഴങ്ങളിൽ ആ രാജ്യത്തിന്റെ വിവിധ മേഖലയിലേക്ക് സഞ്ചരിക്കുന്നത്. നേരിട്ട് കരമാർഗം പ്രവേശിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷെ അവരാരും ഇന്ത്യക്കാരാണ് എന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥയിൽ യാതൊരു വിധത്തിലുള്ള ഒരു പ്രയാസവും നേരിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ റെസ്പെക്റ്റോടുകൂടി എന്ത് സഹായം വേണ്ടത് അത് സഹായിച്ച് അവരോടൊന്ന് ഭക്ഷണം കഴിച്ച് വളരെ ആദരവോടുകൂടി യാത്ര അയക്കുന്ന മറ്റു പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അഫ്ഗാൻ ജനതയും അവിടുത്തെ ഭരണകൂടവും ഇന്ത്യയോടൊപ്പമാണ് എന്നതാണ് അതിന്റെ ഒരു തെളിവ്. ഇനി ബലൂചിസ്ഥാനും ഖാലിസ്ഥാൻ വാദികളുടെയും കാര്യം എടുക്കുകയാണെങ്കിൽ, ഖാലിസ്ഥാൻ വാദികൾ ഇന്ത്യയിൽ നിലവിൽ ഇന്ത്യയുടെ ഭാഗമായി ഇരിക്കവേ തന്നെ ഖാലിസ്ഥാൻ മാത്രമല്ല പുറത്ത് പലയിടങ്ങളിലും അവർ കലാപങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാക്കളെയും അതുപോലെ രാഷ്ട്ര നേതാക്കളെയും അടക്കം വകവരുത്തുന്നു. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും സമാധാനത്തിനും തുരങ്കം വയ്ക്കുന്നു. അങ്ങനെ സകലവിധ ഭീകര പ്രവർത്തനങ്ങളും നേരിട്ട് തന്നെ നടത്തുന്നു സിഖ് ഭീകരവാദികൾ. അതേസമയം ബലൂചിസ്ഥാനികളോ, ബലൂചിസ്ഥാൻ ഇവിടെ ഇന്ത്യ പാക് വിഭജന കാലത്ത് തന്നെ ഇന്ത്യയുമായി ചേർന്ന്, അതായത് പാകിസ്ഥാനുമായിട്ടല്ല, ഇന്ത്യയുമായി ചേർന്ന് ഇന്ത്യയുടെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിച്ച ഒരു പ്രദേശമാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യയോട് യാതൊരു വിധത്തിലുള്ള പ്രകോപനപരമോ അല്ലെങ്കിൽ മറ്റൊന്നോ ആയിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള യാതൊരു നിലപാടും എടുക്കാത്ത ഒരു പ്രദേശമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ഇന്ന് കരമാർഗം ഒരുപക്ഷെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു കര ബലൂചിസ്ഥാനുമായി ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഭാഗമായി നിലകൊള്ളുമായിരുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ അതല്ലാത്തത് കൊണ്ടാണ് ബലൂചിസ്ഥാൻ എന്നൊരു രാജ്യം ഉണ്ടായത്. ആ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പുതിയ രാജ്യത്ത് ആ പ്രദേശത്തിന്റെ പോരാളികളെ മറ്റുള്ളവർ ഭീകരവാദികൾ എന്ന് വിളിക്കും. ഇപ്പോൾ ഖാലിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഖാലിസ്ഥാൻ നമുക്ക് ഭീകരവാദികളാണ്. കാരണം നമ്മുടെ രാജ്യത്ത് അവർ കാണിക്കുന്നത് അസ്ഥിരവാദമാണ്, വളരെ വലിയ തീവ്രവാദമാണ്. അതുകൊണ്ട് നമുക്കൊരു ഭീകരവാദികൾ തന്നെയാണ്. എന്നാൽ അവരെ പോരാളികൾ എന്ന് വിശേഷിക്കപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ കാനഡയൊക്കെ അതിൽപ്പെട്ടതാണ്. അതുപോലെ ഈ ബലൂചിസ്ഥാനികളായിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യ പോരാളികളെ അല്ലെങ്കിൽ അവർ പോരാട്ടം നടത്തുന്നവരെ ഭീകരവാദികൾ എന്ന് വലിയൊരു ഭാഗം വിളിക്കുമ്പോൾ ഇന്ത്യ അങ്ങനെ വിളിക്കുന്നില്ല. കാരണം അവർക്ക് ഇന്ത്യയോടാണ് കൂറ്. നോക്കൂ, പാകിസ്ഥാൻ ഇന്ത്യയോട് ചൊറിഞ്ഞുകൊണ്ട് അടി വാങ്ങിയപ്പോൾ ആ അവസരം അവർ കൃത്യമായി മുതലെടുത്തുകൊണ്ട് അവർ ഇന്ത്യയോടൊപ്പം ചേർന്നുകൊണ്ട് അവർ സ്വതന്ത്രരാകാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് എന്നിട്ട് ഇന്ത്യയോടാണ് അവർ സഹായം ചോദിക്കുന്നത്. അതായത് ഇന്ത്യയുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ബലൂചിസ്ഥാൻ ഇന്ത്യക്ക് ഒരു കാരണവശാലും ഒരു ഭീഷണിയല്ല. അതുപോലെ അഫ്ഗാനിസ്ഥാനും ഒരു ഭീഷണിയേ അല്ല. ഇതിനിടയിൽ കിടക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രദേശം,
ആ ഒരു പ്രദേശമാണ് സത്യത്തിൽ ഭീകരവാദവും അതുപോലെ ഭീകര പ്രവർത്തനങ്ങളും കൊണ്ട് ഇന്ത്യയെ പൊറുതുമുട്ടിക്കുന്ന ഒരു പ്രദേശം. സ്വാഭാവികമായും ഈ 3 രാജ്യങ്ങളുടെയും ഒരു ശത്രു ഭാഗമായി നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ആരെയാണ് എതിർക്കേണ്ടത്? പാകിസ്ഥാനെ എതിർക്കണോ? അഫ്ഗാനിസ്ഥാൻ എതിർക്കണോ? ബലൂചിസ്ഥാൻ എതിർക്കണോ? മറ്റു രാജ്യങ്ങൾ കാണുന്ന അതേ കണ്ണുകൊണ്ട് നമുക്ക് കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സിറിയയിലെ വലിയ ഭീകരവാദി എന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ അവർ ഭരണാധികാരികളായി മാറുമ്പോൾ അമേരിക്ക പോലും ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ഇന്ത്യ കാണിച്ചിട്ടില്ല. ഇന്ത്യ ഒരിക്കലും ഒരു ഖാലിസ്ഥാൻ വാദിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്റെ സഹോദരൻ എന്ന് പറഞ്ഞിട്ടില്ല, പറയുമില്ല. അപ്പൊ ബലൂചിസ്ഥാനികൾ അങ്ങനെയല്ല. ബലൂജ് പണ്ട് മുതലേ ഇന്ത്യയുടെ തന്നെ ഭാഗമായി തന്നെ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ കരമാർഗം ഒരു ബന്ധമില്ലാത്തത് കൊണ്ട് മറ്റൊരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ മാറിയ ഒരു രാജ്യമാണ്. അഫ്ഗാനിസ്ഥാൻ ആകട്ടെ ഇന്ത്യയുമായി ശത്രുത ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ ഇന്ത്യയുമായി ശത്രുത ആഗ്രഹിക്കാത്ത, ഇന്ത്യയുമായി യോജിച്ചു പോകണമെന്ന് കരുതുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ 2 വിഭാഗങ്ങൾ, ആ വിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പൊതു ശത്രുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ഇത്രയേ ഉള്ളൂ സംഗതി. Different angles. Don't forget to subscribe and support this channel.